السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله أما بعد. സൂറത്ത് ഇബ്രാഹിം രണ്ട് ഭാഗങ്ങളായി നാം അത് മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഈ സൂറത്ത് ഇബ്രാഹിമിന് നമ്മൾ തദബ്ബുർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ചില പ്രത്യേകമായ വിചാരങ്ങളുണ്ട്. ആ വിചാരങ്ങളെ കൂടി നമ്മളിത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായാൽ അത് നന്മയായി മാറും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്. ആ പ്രകാശം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിന് വിധേയമായി നാം ജീവിക്കുമ്പോഴാണ് ആ പ്രകാശം നമുക്ക് കിട്ടുക. അതാണല്ലോ ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറഞ്ഞത്, ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. അപ്പോൾ വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യണം നമ്മളെപ്പോഴും. നമ്മുടെ ഹൃദയം തുറന്നു വെച്ച് വേണം ഖുർആനെ കേൾക്കാനും വായിക്കാനും. അപ്പോൾ മാത്രമാണ് ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചമായി വരിക എന്നർത്ഥം. ഖുർആൻ കേവലം വായിച്ചാൽ മാത്രം പോരാ, പാരായണം ചെയ്താൽ മാത്രം പോരാ, അത് തദബ്ബുർ ചെയ്യുകയും നമ്മുടെ ജീവിത രീതിയായി ഖുർആനെ മാറ്റുകയും ചെയ്യണം എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം ദുനിയാവിലെ ഫിത്നയെക്കുറിച്ചാണ്. ദുനിയാവിലെ ഫിത്ന നമ്മളെ ആഖിറത്തിനെക്കുറിച്ച് നമ്മളെ അന്ധമാക്കി കളയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സൂചിപ്പിച്ചത്, അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്ത ദുനിയ അലൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ദുനിയാവ് സത്യത്തിൽ ഒരു ഫിത്നയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, വമൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ എന്ന്. ആഖിറത്തിനെ അന്ധമാക്കി കളയുന്ന ഒരു ദുനിയാവിൻ്റെ സംസ്കാരം നമുക്കുണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ ദുനിയാവല്ല കേട്ടോ പ്രശ്നം, നമ്മളാരും അങ്ങനെ കരുതരുത്. മറിച്ച് ആഖിറത്തിനേക്കാൾ ദുനിയാവിന് മുന്തിയ പരിഗണന നൽകലാണ് പ്രശ്നം. അതാണ് അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്ത ദുനിയ അലൽ ആഖിറ എന്ന് പറഞ്ഞത്. ആഖിറത്തിനേക്കാൾ ദുനിയാവിലെ ജീവിതത്തെ നമുക്ക് ഇഷ്ടമായി മാറുക എന്നത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ദഅവത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് ഇബ്തിലാഅത്തുകൾ നിറഞ്ഞതായിരിക്കും. പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാകും. അവിടെയൊക്കെ നമ്മൾക്ക് വേണ്ടത് സബ്റാണ്. അതുകൊണ്ടാണ് വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ എന്ന് പറഞ്ഞത്. തവക്കുൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ എങ്ങനെ തവക്കുൽ ചെയ്യാതിരിക്കും എന്ന് മാത്രമല്ല പറഞ്ഞത്, വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂനാ. നിങ്ങളെ ഉപദ്രവിച്ചല്ലോ, നമ്മളെ ആ ഉപദ്രവത്തിലൊക്കെ ഞങ്ങൾ സബ്ർ. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളിപ്പോൾ ഈ സൂറത്ത് പിന്നെ യൂനുസ് മുതൽ ഇതുവരെയുള്ള ഇബ്രാഹിം വരെയുള്ള സൂറത്തിൽ നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രബോധകന്മാർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരിക, അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ നേരത്തെയുള്ള ഒരു നിയമമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമാവുകയില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, ആരെങ്കിലും പരിഹസിക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും പ്രഷർ കൊണ്ടോ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടോ ഇനി ആരെങ്കിലും ഉപദ്രവിച്ചാൽ തന്നെയുമോ ഇതിൽ നിന്ന് പിൻവാങ്ങുകയല്ല വേണ്ടത്. മറിച്ച് നമ്മുടെ സബ്ർ അള്ളാഹു പരീക്ഷിക്കുകയാണ് എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നാലാമത്തെ കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ശുക്ർ എന്നത് നമുക്ക് ജീവിതത്തിൽ വർധനവിനുള്ള താക്കോലാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ചിന്ത ഉണ്ടാകണം. ലൈൻ ശക്കർത്തും ല അസീദന്നക്കും എന്നത് ഒരു വല്ലാത്ത വേർഡാണ്, വല്ലാത്തൊരു വാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സൂറയിലെ ഏറ്റവും മനോഹരമായ വചനമായി എനിക്ക് അനുഭവപ്പെട്ടത് അതാണ്. ഈ ശുക്ർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഖൽബ് കൊണ്ടുള്ള ഒരു അമലാണ്. ശുക്ർ ഉണ്ടാകേണ്ടത് കൽബിലാണ്, അല്ലേ? കൽബിലൂടെ നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് അത് വരണം. വാക്കുകളല്ല, താങ്ക്സ് എന്ന് പറയലല്ല ശുക്ർ, മറിച്ച് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായി അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാവുന്ന, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രമേ ഞാൻ ചെലവഴിക്കൂ എന്ന തോന്നലാണ്, എന്ന വിചാരമാണ് ശുക്ർ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വർധനവുണ്ടാകും. അത് നമ്മളെപ്പോഴും ചിന്തിക്കണം. നോക്കൂ, എപ്പോഴെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ നഷ്ടപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ശുക്രിൻ്റെ ലെവൽ കുറഞ്ഞു പോയോ എന്നതാണ് എന്നർത്ഥം. നോക്കൂ, മറ്റൊന്ന് വളരെ പ്രധാനമാണ്, ഈമാനില്ലാത്ത പ്രവർത്തികൾ അത് ധൂളിയായി മാറും. അഅ്മാലുഹും കറമാദിൻ ഇഷ്തദ്ദത് ബിഹി റീഹ് എന്ന് ഈ സൂറയിൽ പഠിപ്പിച്ചുവല്ലോ. അവരുടെ ഈ വിശ്വാസമില്ലാത്തവരുടെ, ഈമാനില്ലാത്തവരുടെ പ്രവർത്തനങ്ങൾ വെണ്ണീർ പോലെ ആയിരിക്കും. വെണ്ണീറിൻ്റെ അവസ്ഥ എന്താ? ഒരു കാറ്റ് വന്നാൽ അടിച്ചങ്ങോട്ട് പോകും,
പാറിപ്പോകും. അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരന്മാരെ, ഈമാനില്ലാത്ത അമലുകളല്ല, അമൽ ചെയ്യുന്നതിന് മുമ്പ് ഈമാനിനെ നമ്മൾ ഉറപ്പിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഇഖ്ലാസ് എല്ലാ അമലുകളുടെയും അസാസായി മാറിയത്. എല്ലാ അമലുകളും സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഇഖ്ലാസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ നെയ്യത്തിന് അമലിലേക്ക് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ നെയ്യത്തിനെ ഞാൻ പരിശോധിക്കണം എന്നർത്ഥം. ആറാമത്തെ കാര്യം, നല്ല വാക്കുകൾ. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നോക്കൂ, നല്ല വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ എന്ന്. നോക്കൂ, നമുക്കറിയാം നല്ല വാക്കുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, അല്ലേ? നല്ല വാക്കുകൾ ഒരുപാട് പുതുമകൾ സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ നല്ലതാകാൻ നാം ശ്രമിക്കണം. ചീത്ത വാക്കുകളോ മനുഷ്യനെ തകർത്ത് കളയും. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വരരുത്. ചിലരുടെയൊക്കെ വാക്കുകൾ ചില വലിയ കത്തിയെടുത്ത് കടാരിയെടുത്ത് കുത്തുന്നതിനേക്കാൾ കടുപ്പമുള്ളതായിരിക്കും. അങ്ങനെയാകരുത്. നമ്മുടെ വാക്കുകൾ കലിമത്തുൻ ത്വയ്യിബയാകണം എന്നർത്ഥം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഏഴാമത്തെ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പിശാചിനും പിശാചിൻ്റെ അനുയായികൾക്കും എന്നും അപമാനമുണ്ടാകും. പിശാച് നമ്മളെ അപമാനിക്കും. പിശാച് തന്നെ പരലോകത്ത് വെച്ച് നടത്തിയ പ്രസംഗം ഈ സൂറയിൽ നമ്മൾ വിശദീകരിച്ചല്ലോ. ഒമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ എന്ന് പിശാച് പറയുന്നുണ്ട്. ശൈത്താൻ യഥാർത്ഥത്തിൽ നമ്മിലൊരു ആധിപത്യ അവകാശമില്ല, സാധ്യമല്ല. അവൻ വസ്വാസം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മിൽ ആധിപത്യം ചെലുത്താൻ പിശാചിന് സാധ്യമല്ല. അതാണ് വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു തെറ്റ് ചെയ്താൽ അത് പിശാച് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഞാനാണ് ആ തെറ്റ് ചെയ്തത്, എന്നിൽ ആ പൈശാചികത വന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ച് അതിനെ നാം ചികിത്സിക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ ഓർക്കണം. എട്ടാമത്തെ വിഷയം സഹോദരന്മാരെ വളരെ പ്രധാനമാണ്. അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടാവും. അതിനർത്ഥം അത് അക്രമമല്ല എന്നല്ല, അവർക്ക് അതിന് ശിക്ഷയുണ്ടാവുകയില്ല എന്നോ ഏതെങ്കിലും രൂപത്തിലുള്ള നാശം അവർക്ക് സംഭവിക്കുകയില്ല എന്നോ അല്ല. ചില ആളുകളെ അള്ളാഹു അങ്ങനെ കുറച്ച് അങ്ങനെ അങ്ങ് ഇട്ടുകൊടുക്കും, അള്ളാഹു ഇങ്ങനെ വിട്ടുകൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ ചെയ്യട്ടെ, എത്ര പോകുമെന്ന് നോക്കാൻ. അതാണ് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞത്. ഒരിക്കലും അള്ളാഹു അക്രമികൾ ചെയ്യുന്ന അക്രമത്തിനെ കുറിച്ച് അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ ഉടനെ കിട്ടുന്നില്ല എങ്കിൽ അത് അള്ളാഹുവിൻ്റെ അശ്രദ്ധ കൊണ്ടല്ല സഹോദരങ്ങളെ, അതിലൊരു ഹിക്മത്തുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു നോക്കുകയാണ് ഇവന് എത്ര വരെ പോകും എന്നത്. മനസ്സിലായില്ലേ? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരന്മാരെ, വളരെ പ്രധാനമാണത്. ഒമ്പതാമത്തെ കാര്യം, ഞാൻ ഈ സൂറ വിവരിച്ചപ്പോൾ വിശദീകരിക്കാൻ മറന്നുപോയൊരു കാര്യം കൂടിയാണ്. പ്രവാചകന്മാരുടെ എല്ലാം ഉള്ളിലുള്ള ഏറ്റവും വലിയ വിഷയമായിരുന്നു സലാഹു ദുരിയ, എൻ്റെ സന്താനങ്ങൾ നന്നാകണം എന്ന്. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന 40-ാമത്തെ വചനത്തിലുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി റബ്ബനാ വതഖബ്ബൽ ദുആ. സഹോദരങ്ങൾ, നമ്മളെല്ലാവരും ആ ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ല പുതിയാപ്പിളിനെ കിട്ടണം, നല്ല പെണ്ണിനെ കിട്ടണം, നല്ല വീടുണ്ടാകണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് കണ്ടോ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി, എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാക്കണമേ എന്ന്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സന്താനങ്ങളുടെ സലാഹ് എന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുമായുള്ള കണക്ഷനാണ്. അതാണ് സലാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ വിട്ടേച്ചു പോകുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്ത് എന്ത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ, അത് ഈമാനാണ്. അതുകൊണ്ട് ആ ഈമാൻ കുട്ടികൾക്കുണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അവരുടെ തർബിയത്ത് നമ്മൾ നന്നായി ചെയ്യണം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനമായി ഓർമ്മിപ്പിക്കാനുള്ളത് 10-ാമത്തെ കാര്യം അതാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ എന്തുണ്ട്? അതിൽ ഇൻദാറുണ്ട്, വാണിംഗ് ഉണ്ട്, അതിൽ റഹ്മത്തുണ്ട്, മേഴ്സി, കാരുണ്യമുണ്ട്. അതാണ് അവസാനത്തെ ആയത്ത്, അതാണല്ലോ പറഞ്ഞത് ഹാദാ ബലാഗുൽ ലിന്നാസ്. ഖുർആൻ നോക്കൂ,
ഖുർആൻ നമുക്കൊക്കെ ഓരോരുത്തർക്കുമുള്ള പേഴ്സണൽ മെസ്സേജാണ് ഖുർആൻ. നമ്മളോട് സംസാരിക്കുകയാണ്, ഓരോരുത്തരോടും വ്യക്തിപരമായാണ് ഖുർആനിൻ്റെ സംസാരം. അതുകൊണ്ട് ഖുർആൻ കേവലം വായിച്ചു വിടുകയല്ല വേണ്ടത് എന്നർത്ഥം, കേവലം ഹിഫ്ലാക്കി വിടുകയല്ല വേണ്ടത് എന്നർത്ഥം. അതൊരു മെസ്സേജായി എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്യേണ്ട ഒരു മെസ്സേജായി നമുക്ക് ഫീൽ ചെയ്യണം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഇതാണ് ഈ അധ്യായം നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ പ്രത്യേകമായി സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സൂറ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ സൂറ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട, ഈ സൂറയിൽ നിന്ന്, ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ സൂറയെ കുറിച്ച് പറയുമ്പോൾ ഞാനിത് ഇങ്ങനെ ഒരുപാട് ഈ സൂറയെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ സൂറ വായിച്ചപ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ സ്വാധീനിച്ചു. അതിലൊന്നാമത്തേത് ഹിദായത്ത് ഏറ്റവും വലിയ നിഅമത്താണ് എന്നതാണ്. അൽ ഹിദായത്തു നിഅമത്തുൻ അദീമ. അത് ഈ സൂറ എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ്. ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ കണ്ണല്ല, എൻ്റെ കാലല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ സ്വത്തല്ല, എൻ്റെ ജോലിയല്ല, എനിക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതാണ് എന്ന്. രണ്ടാമതായി ഇതിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നന്ദിയാണ്. അശ്ശുക്രു സബബു സിയാദ എന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഐശ്വര്യം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു വഴിയുള്ളൂ, അത് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയവനോട് നമ്മുടെ ഉള്ളിൽ അതിശക്തമായ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മൾ നന്നാവില്ല സഹോദരന്മാരെ. മൂന്നാമതായി ഞാൻ ഇതിൽ നിന്ന് പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, 2 കാര്യങ്ങൾ നമ്മുടെ നാശത്തിൻ്റെ ഹേതുവാണ്. ഒന്ന് ളുൽമാണ്, രണ്ടാമത്തേത് കുഫറാണ്. അൽളുൽമു വൽ കുഫ്റു ത്വരീഖുൽ ഹലാക്ക്. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. നോക്കൂ, നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിൻ്റെ തുടക്കമാണ്, നാശത്തിനുള്ള മാർഗമാണ്. അള്ളാഹുവിനോട് നാം കുഫ്ർ കാണിച്ചിട്ടുണ്ടെങ്കിൽ, നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവിശ്വാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നാശമായിരിക്കും. നാലാമതായി ഞാൻ പഠിച്ച പാഠം അത്തൗഹീദു അസാസുൻ നജാ എന്നാണ്. നോക്കൂ, രക്ഷപ്പെടണോ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദ് ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല. നിങ്ങളൊരു നല്ല സോഷ്യൽ വർക്കറാണ്, ഞാൻ ആ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇതിനൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ തൗഹീദ് വേണം. ഏറ്റവും അവസാനം 5-മതായി എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട പാഠം വിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനാണ് യഥാർത്ഥത്തിൽ ലോക സമൂഹത്തിന് സന്മാർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏറ്റവും നല്ല മെസ്സേജ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അൽ ഖുർആൻ റിസാലത്തു ഹിദായത്തിൻ ലിൽ ആലമീൻ. അത് നമുക്ക് ഉച്ചസ്ഥരം പറയാൻ സാധിക്കണം. ഇതാണ് ഈ സൂറ എന്നെ പഠിപ്പിച്ച 5 കാര്യങ്ങളെന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നത്, ഓർമ്മിപ്പിക്കുന്നത് അതാണ്. സഹോദരന്മാരെ, നമുക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഈ സൂറ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് സഹോദരങ്ങളെ, ഞാൻ ഇനിയും ആവർത്തിക്കണില്ല, അതെന്താണെന്ന് ചോദിച്ചാൽ തൗഹീദും ശുക്റുമാണ്. തൗഹീദും ശുക്റുമാണ് ഒന്നാമത്തെ കാര്യം. അതാണ് പ്രാക്ടീസ് ചെയ്യണം നമ്മളത്. ഞാൻ നല്ല മുവഹിദായിരിക്കണം. നല്ല ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ ഷിർക്ക് വരികയില്ല എന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കണം. അറിഞ്ഞോ അറിയാതെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ ചെറിയ ഷിർക്കുകൾ പോലും ഒരുപാടുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുക, നാവ് കൊണ്ട് നമുക്ക് ശുക്ർ ചെയ്യാൻ സാധിക്കണം. അൽഹംദുലില്ലാഹ് എന്നത് വിശ്വാസികൾക്ക് അല്ലാഹു പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ വാക്യമാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ പഠിപ്പിച്ചില്ലേ നമ്മളെ, അൽഹംദുലില്ലാഹില്ലദീ വഹബ ലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വാക്കും അൽഹംദുലില്ലാ എന്നതല്ലാത്ത ഒരു വാക്കും അതിന് തുല്യമാവുകയില്ല. അപ്പോൾ വാക്ക് കൊണ്ടുള്ള ശുക്ർ അൽഹംദുലില്ലാഹികളിലൂടെ ഉണ്ടാകേണ്ടതുണ്ട്. അമല് കൊണ്ട് ശുക്ർ വേണം, പ്രവൃത്തി കൊണ്ട് ശുക്ർ വേണം. എന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലായിരിക്കണം നാം വിനിയോഗിക്കേണ്ടത്. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത മാർഗത്തിൽ അള്ളാഹു നൽകിയ ഒന്നും സഹോദരങ്ങളെ നമ്മൾ ഉപയോഗിക്കരുത്. അത് പണം മാത്രമല്ല, നമ്മുടെ ആരോഗ്യമോ നമ്മുടെ ഏതെങ്കിലും രൂപത്തിലുള്ള സാമർഥ്യമോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൂടാ. അത് കുഫ്റായി മാറും എന്ന് നമ്മൾ ഓർക്കണം. അതോടൊപ്പം ചേർത്ത് വായിക്കുക സഹോദരങ്ങളെ, ശുക്റാണ് യഥാർത്ഥത്തിൽ നിഅമത്തുകൾ നിലനിൽക്കാനും വർദ്ധിക്കുവാനുമുള്ള മാർഗം. അത് നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. അതാണ് ഒന്നാമതായി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട കാര്യം. രണ്ടാമത്തേത്
നമ്മൾ ഓർക്കണം, സബർ കൊണ്ട് മാത്രമേ സഹോദരങ്ങളെ വിജയമുണ്ടാകൂ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞല്ലോ. തവക്കുൽ എന്നത് സബറിൽ നിന്നുണ്ടാകേണ്ട ഒരു വികാരമാണ്. നോക്കൂ, എന്ത് തരം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നാലും നമ്മൾ നോക്കേണ്ടത് എന്താണ് എൻ്റെ മാനസികാവസ്ഥ എന്നാണ്. മനസ്സിലാണ് സബറുള്ളത്. എൻ്റെ മാനസികാവസ്ഥ എന്താണ്? ഞാൻ സഹിക്കുകയാണോ? സബറല്ല കൂട്ടരെ, അത് സബറല്ല സഹിക്കുക എന്നത്. മറിച്ച് സബർ എന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന വലിയ ഒരു ഇബാദത്താണ് കൂട്ടരെ. അതാണ് വലിയൊരു ഇബാദത്താണ് സബർ. നമ്മൾ ഡിക്ഷണറിയിൽ സബറിന് കണ്ട അർത്ഥമല്ല അള്ളാഹുവിൻ്റെ ഡിക്ഷണറിയിൽ സബറിനുള്ള അർത്ഥം. അത് നമ്മൾ ഓർക്കണം. നമുക്ക് രോഗം വരാം, നമുക്ക് ഉപജീവനം മുട്ടിപ്പോകാം, പട്ടിണി വരാം, നമ്മളെ ആരെങ്കിലും ആക്രമിക്കാം. അവിടെയൊക്കെ ഒരിക്കലും നിരാശ വരാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് സബർ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ, കാണിക്കാൻ നമുക്ക് സാധിക്കണം. അത് പ്രധാനമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നന്ദികേട് നിഅമത്തുകളെ അപകടപ്പെടുത്തും. അത് നമ്മൾ ഓർക്കണം. കുഫ്ർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്. ഒന്ന് നിഷേധമാണ്, മറച്ചുവെക്കലാണ്. രണ്ടാമത്തേത് നന്ദികേടാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമ്മളെ നശിപ്പിച്ചു കളയും. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം. വലിയ ശിക്ഷയാണ് യഥാർത്ഥത്തിൽ കുഫ്റിനുള്ളത് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും ഞാൻ എന്നെ വിചാരണ നടത്തണം. എവിടെയെങ്കിലും എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ? ശുക്ർ കാണിക്കുന്നതിൽ, അള്ളാഹുവിന് ഈമാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈമാൻ ഉണ്ടാകുന്നതിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ. നാലാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാതൃക ഈ പ്രാർത്ഥനകളിലൂടെ ഇവിടെ പഠിപ്പിച്ചു അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് ജീവിതത്തിൽ മാതൃകയാകണം. ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, സൂറത്ത് മുംതഹിനയിൽ അള്ളാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉസ്വത്തുൻ ഹസന, ആരാണ് നമ്മുടെ ഏറ്റവും നല്ല റോൾ മോഡൽ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരേ ഉള്ളൂ. അത് ഇബ്രാഹിം അലൈഹിസ്സലാം ആകണം. നോക്കൂ, ഈമാനിന്റെ ശക്തി ആർക്കാണ് കൂടുതൽ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. താൻ പറഞ്ഞ ആദർശങ്ങളിൽ, ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യം ആർക്ക് കിട്ടി? ആരാണ് ഹിക്മത്ത് മുഖേന ദഅവത്ത് നടത്തിയത്? ഒച്ചപ്പാടും ബഹളവുമല്ല, ഹിക്മത്ത് മുഖേന ഇബ്രാഹിം അലൈഹിസ്സലാം ദഅവത്ത് നടത്തി. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം മാതൃകയാകണം. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നതിൽ നമുക്ക് അന്തസ്സുണ്ടാകണം, അഭിമാനമുണ്ടാകണം സഹോദരങ്ങളെ. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ നമ്മുടെ കുടുംബത്തിന്, നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. അതാണ് ഈ സൂറത്ത് ഇബ്രാഹിമിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് പോലും. നിങ്ങൾ ആലോചിക്കൂ, അവസാനത്തെ വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വികാരം ഉണ്ടാകുന്നില്ലേ സഹോദരങ്ങളെ? നോക്കൂ, ലോകം അവസാനിക്കുന്നത് വരെയുള്ള വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോയത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ദുആക്ക് വലിയ പ്രാധാന്യം നമ്മൾ നൽകണം എന്നർത്ഥം സഹോദരന്മാരെ. അതുപോലെ എല്ലാ നല്ല ബന്ധങ്ങളും ഉണ്ടാകേണ്ടതും വളർത്തേണ്ടതും നല്ല വാക്കുകളിലൂടെ ആയിരിക്കണം. എൻ്റെ നാവ് കൊണ്ട് ഞാൻ നല്ലതേ പറയൂ എന്ന് നമ്മൾ തീരുമാനിക്കണം സഹോദരന്മാരെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായ പറഞ്ഞത് അല്ലേ? ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നല്ലത് പറയ് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നതാണ്. അപ്പോൾ നല്ലത് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മളെപ്പോഴും ഇനി മുതൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇബ്രാഹിം സൂറത്ത് പഠിച്ച ശേഷം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വാക്ക് നല്ലതായിരിക്കും, നല്ലത് മാത്രമേ എൻ്റെ വായിൽ നിന്ന് പുറത്തു വരൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കണം സഹോദരന്മാരെ. അതേപോലെ നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, ആരോടും നമ്മൾ ദുൽമ ചെയ്യരുത്, ആരെയും ആക്രമിക്കരുത്. ദുൽമ കൊണ്ട് നശിച്ചു പോകും സഹോദരന്മാരെ, നശിച്ചു പോകും. ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാൻ അയാളെ എത്ര കള്ളക്കേസ് കൊടുത്തിട്ടും, എത്ര ആക്രമിച്ചിട്ടും, അയാളെക്കുറിച്ച് എത്ര ഏഷണി പറഞ്ഞിട്ടും, അയാൾക്കെതിരെ എത്ര മോശമായി പറഞ്ഞിട്ടും പ്രസംഗിച്ചിട്ടും എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന കൊല മൂഢന്മാരുണ്ട്. അവര് സൂറത്ത് ഇബ്രാഹിമിലെ 42-ാമത്തെ വചനമൊന്ന് വായിക്കണം. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ളുൽമിൽ നിന്ന് അകന്നു നിൽക്കണം സഹോദരന്മാരെ. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും അവസാനമായി എനിക്ക് ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ശരിയാകുന്നില്ല, ഞാൻ നന്നാകുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒറ്റ
ഒറ്റ വഴിയുള്ളൂ. അതെന്താ അറിയോ? അത് നമ്മുടെ ജീവിതം നന്നാക്കാൻ, വ്യവസ്ഥപ്പെടുത്താൻ ആഖിറത്തിന് മാത്രമേ സാധിക്കൂ. ഇന്ന് മുതൽ നോക്കൂ, ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു, 2026 മുതൽ മൗലവി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി പുകവലിക്കുകയില്ല, ഇനി മോശമായ കാര്യങ്ങൾ കേൾക്കുകയില്ല, ഇനി മോശമായ കാര്യങ്ങൾ കാണുകയില്ല. ഇത് 2026 ഒരു വിഷയമായല്ല വരേണ്ടത്, മറിച്ച് എൻ്റെ ആഖിറത്തിൻ്റെ വിഷയമായി വരണം. അപ്പോഴേ ഇസ്തിഖാമത്ത് കിട്ടൂ എന്ന് നാം ഓർക്കണം. ഇതാണ് ഈ സൂറ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം. എല്ലാവരും ഈ വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും സൂറ ഇബ്രാഹിം വളരെ നന്നായി പഠിക്കുക, ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറയിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുൽ ഖുർആന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.